ശബരിമലയിലെ വിഷയം രാഷ്ട്രീയ വിവാദമാക്കി മാറ്റാൻ RSS ശ്രമിക്കുന്നു എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ രംഗത്തെത്തി. ശബരിമലയിലെ പരമ്പരാഗത ആചാരങ്ങളെയും മതേതരത്വവാദങ്ങളെയും ചോദ്യം ചെയ്യുന്ന നിലപാടാണ് ശശികല ടീച്ചർ തന്റെ കുറിപ്പിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. അയ്യപ്പരെയും വാവരെയും തുല്യമായി കണക്കാക്കുന്ന സർക്കാർ നിലപാടിന്റെ യുക്തിയെയാണ് അവർ പ്രധാനമായും ചോദ്യം ചെയ്തത്. ശബരിമല തീർത്ഥാടനം മതേതര കേന്ദ്രമാണെന്ന് സർക്കാർ വാദിക്കുമ്പോഴും അവിടെ നടപ്പിലാക്കുന്ന രീതികൾ മറ്റ് മതസ്ഥാപനങ്ങളിൽ നടപ്പാക്കാൻ കഴിയുമോ എന്ന വെല്ലുവിളിയാണ് ശശികല ഉയർത്തിയത്. അയ്യപ്പ നടയിൽ വാവരെന്നും പറഞ്ഞ് ഒരു കാക്കാനെ ഇരുത്തിയതുപോലെ എരുമേലി പള്ളിയിൽ അയ്യപ്പന്റെ ഒരു ഫോട്ടോ വെച്ച് ഒരു ഹിന്ദു പൂജാരിയെ അനുഗ്രഹം കൊടുക്കാനായി ഇരുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? എവിടെയാണ് സഖാവെ, എങ്ങനെയാണ് സഖാവെ അയ്യപ്പൻ വാവർക്ക് സമമാകുന്നത്? ശശികല തന്റെ ഈ ചോദ്യം ശക്തമായി ഉന്നയിച്ചു. ശബരിമലയുടെ മതപരമായ തനിമ തകർക്കാനുള്ള ശ്രമമാണ് മതേതരവാദത്തിലൂടെ നടക്കുന്നതെന്നും ഇത് ഇരട്ടത്താപ്പാണെന്നും അവർ വിമർശിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ RSSനെതിരെ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിന് പിന്നാലെയാണ് ശശികലയുടെ ഈ പ്രതികരണം. ശബരിമല വിഷയത്തിൽ ആചാര സംരക്ഷണത്തിനായി ശക്തമായി നിലകൊണ്ടിരുന്ന സംഘപരിവാർ പ്രസ്താവനകളെ ലക്ഷ്യമിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. എന്നാൽ ഈ രാഷ്ട്രീയ പ്രസ്താവനയെ മതപരമായ ആചാര ലംഘനം എന്ന രീതിയിൽ നേരിടുകയാണ് ശശികല ചെയ്തത്. ശബരിമല ക്ഷേത്രത്തിന്റെ നടത്തിപ്പിലും ഭരണത്തിലുമുള്ള ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഇടപെടലുകളെ ശശികല നിശിതമായി വിമർശിച്ചു. അയ്യപ്പന്റെ പണം പൊന്നു തൊട്ട് ചിരട്ട വരെ നിങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് അടിച്ചു മാറ്റാം. ഏത് സഖാവിനെ വേണമെങ്കിൽ ഏത് പോസ്റ്റിലും അവിടെ താൽക്കാലികമായോ സ്ഥിരമായോ നിയമിക്കാം. ശബരിമല മതേതര തീർത്ഥാടന കേന്ദ്രമാണെന്ന് നിങ്ങൾക്ക് തട്ടിവിടാം. നടയിൽ ആചാര ലംഘനം നടത്താം എന്ന് അവർ കുറിപ്പിൽ പറയുന്നു. ക്ഷേത്ര വരുമാനം കൈകാര്യം ചെയ്യുന്നതിലെ സുതാര്യതയില്ലായ്മയും രാഷ്ട്രീയ നിയമങ്ങളും അവർ ആരോപണങ്ങളായി ഉന്നയിച്ചു. എന്നാൽ വാവർ പള്ളിയിലെ രീതിയിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ലെന്നും അവിടുത്തെ ആചാരങ്ങളിൽ ചോദ്യം ചെയ്യാൻ ഭരണകൂടത്തിന് അധികാരമില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. വാവരുടെ ഒരു മണി കുരുമുളക് നിങ്ങൾക്ക് തൊടാൻ പറ്റുമോ? അവിടെ ഏതെങ്കിലും കട നിങ്ങൾക്ക് ലേലം ചെയ്യാൻ പറ്റുമോ? അവിടുത്തെ പുരോഹിതൻ ആരാകണമെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും ഏതെങ്കിലും പാത്തുമാനെ കയറ്റി നവോത്ഥാനം നടത്താൻ നിങ്ങൾക്ക് ശ്രമിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. വാവർപ്പള്ളിയുടെ ആചാരപരമായ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ശബരിമലയുടെ ആചാരപരമായ സ്വാതന്ത്ര്യം മാത്രം എന്തിനാണ് ഭരണകൂടം ചോദ്യം ചെയ്യുന്നത് എന്നവർ വാദിച്ചു. വാവർപ്പള്ളി ഒരു മതേതര ആരാധനാലയമാണെന്ന് പ്രഖ്യാപിക്കാൻ സർക്കാരിന് കഴിയുമോ എന്ന വെല്ലുവിളിയും അവർ ഉയർത്തി. ശബരിമല ക്ഷേത്രവും അനുബന്ധ ആരാധനാലയങ്ങളും തമ്മിലുള്ള ആചാരപരമായ തുല്യതകളെ കുറിച്ചുള്ള ഈ ചർച്ച കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചൂടുപിടിക്കുകയാണ്. ശബരിമല വിഷയം സംസ്ഥാനത്ത് ഇപ്പോഴും ഒരു സജീവ രാഷ്ട്രീയ വിഷയമായി തുടരുന്നു എന്നതിന്റെ സൂചനയാണ് ശശികലയോടെ ഈ ശക്തമായ പ്രതികരണം. ആചാര സംരക്ഷണം, ക്ഷേത്രഭരണം, മതേതരത്വം എന്നീ വിഷയങ്ങളിൽ സർക്കാരും ഹൈന്ദവ സംഘടനകളും തമ്മിലുള്ള പോര് ഈ പ്രസ്താവനയോടെ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്.